ഈ ലോകത്ത് സാധാരണ പൂച്ചകളിൽ നിന്ന് വ്യത്യസ്തമായി വിചിത്രമായ പൂച്ചകളുമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ അത് ശരിയാണ്. വിചിത്രമായ മുഖമുള്ള പൂച്ചകൾ മുതൽ 2 തലകളും 6 കാലുകളുമുള്ള പൂച്ചകൾ വരെ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അത്തരത്തിൽ വിചിത്രമായ ചില പൂച്ചകളെ പറ്റിയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും 2 നിറത്തിൽ മുഖമുള്ള പൂച്ചയെ കണ്ടിട്ടുണ്ടോ? എന്നാൽ അത്തരത്തിൽ 2 നിറത്തിൽ മുഖമുള്ള പൂച്ചയാണ് വീനസ്. മുഖം പൂർണ്ണമായും മധ്യഭാഗത്ത് നിന്ന് പിളർന്ന് 2 കളറുകളിലായി തുന്നിച്ചേർത്ത പോലെ ഇരിക്കുന്നതാണ് ഇവളുടെ പ്രത്യേകത. മാത്രമല്ല, ഇവളുടെ 2 കണ്ണുകളുടെ നിറവും വ്യത്യസ്തമാണ്. എന്നാൽ എന്താണ് ഇതിനു കാരണം? AKA ഹൈഡ്രോക്രോമിയ മനുഷ്യർ വളരെ അപൂർവമായി കാണപ്പെടുന്ന ഒരു ജനിതകാവസ്ഥയാണെങ്കിലും പൂച്ചകൾ ഉൾപ്പെടെയുള്ള മൃഗങ്ങളിൽ ഇത് സാധാരണമാണ്. എന്നാൽ വീനസിന്റെ അവസ്ഥ ഹൈഡ്രോക്രോമിയക്കപ്പുറമാണ്. ചില പ്രൊഫഷണലുകൾ അവളുടെ ഈ അവസ്ഥയ്ക്ക് കാരണമായി പറയുന്നത് കൈമോറയാണ്. ഇത് അർത്ഥമാക്കുന്നത് 2 ജനിതകത്തിലുള്ള വ്യത്യസ്ത പ്രാരംഭഘട്ട ഭ്രൂണങ്ങളുടെ ഫലമായിരിക്കാം. അതിൽ ഒന്നിൽ ചുവന്ന രോമവും മറ്റൊന്നിൽ കറുത്തതുമുള്ളതാണ് ഇതിനു കാരണം. മറ്റൊരു രസകരമായ കാര്യം എന്തെന്നാൽ ഇവൾ നമ്മളെക്കാൾ ഫേമസ് ആയ ആളാണ് എന്നതാണ്. 2.2 ദശലക്ഷത്തിലധികം ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സാണ് ഇവൾക്കുള്ളത്. അടുത്തതായി ഞാൻ പരിചയപ്പെടുത്തുന്നത് 2 തലയുള്ള ഒരു പൂച്ചയാണ്. 2022 ഏരിയൽ കോൺട്രാസും ഭാര്യയും തങ്ങളുടെ പൂച്ച പ്രസവിച്ചപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു. അതിലൊരു പൂച്ചയ്ക്ക് 2 തലകളുണ്ടായിരുന്നു. അവർ അതിനെ ജാനസ് എന്ന് പേരുമിട്ടു. 2 മുഖമുള്ള റോമൻ ദൈവമായ ജാനസിന്റെ പേരിൽ നിന്നാണ് ഈ പേര് ലഭിച്ചത്. ജാനസിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണമായി പറയുന്നത് ക്രാനിയോഫേഷ്യൽ ഡ്യൂപ്ലിക്കേഷൻ എന്ന അപായ വൈകല്യമാണ്. മനുഷ്യരിലും മൃഗങ്ങളിലും സംഭവിക്കുന്ന ഈ തകരാറ് ഭ്രൂണഘട്ടത്തിലാണ് സംഭവിക്കുന്നത്. ലളിതമായി പറഞ്ഞാൽ ഈ ജീൻ മുഖത്തിൻ്റെയും തലച്ചോറിൻ്റെയും തലയോട്ടിയുടെയും വികാസത്തിന് ഉത്തരവാദിയാണ്. നേരെ മറിച്ച് ജീൻ പ്രവർത്തനരഹിതമാകുമ്പോൾ അത് വിപരീത ഫലത്തിലേക്ക് നയിച്ചേക്കാം. ഈ ഒറ്റ കണ്ണുള്ള പൂച്ചക്കുട്ടിയിൽ കാണുന്നത് പോലെ. ഈ അവസ്ഥയെ സൈക്ലോപ്പിയ എന്ന് വിളിക്കുന്നു. എന്നാൽ നമ്മുടെ ജാനസിന്റെ കേസിൽ അവന് 2 സെറ്റ് കണ്ണുകൾ, 2 മൂക്ക്, 2 വായകൾ, 2 തലച്ചോറുകൾ പോലും ഉണ്ടായിരുന്നു. ഇതുപോലെ തന്നെ പ്രശസ്തമായ മറ്റൊരു ഇരുതല പൂച്ചയാണ് ഫ്രാങ്കൽ ലൂയി. എന്തൊക്കെ പേരുകളാണല്ലേ! നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ ചിന്നൂന്നോ ചക്കീന്നോ പേര് വരേണ്ട പൂച്ചയാണ്. എന്തൊക്കെയായാലും ഇവനിപ്പോൾ 15 വയസ്സ് തികഞ്ഞിരിക്കുന്നു. അതിനാൽ ഇത്തരത്തിലുള്ള പൂച്ചകൾക്കും ജീവിക്കാനാകുമെന്ന് ഇവൻ തെളിയിച്ചിരിക്കുന്നു. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ഡ്രാക്കുള പൂച്ചയാണ്. ഡ്രാക്കുള എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ആ കൂർത്ത പല്ലുകളാണല്ലേ. അത്തരത്തിൽ കൂർത്ത പല്ലുകളുള്ള പൂച്ചയാണ് ഇവൻ. ഈ ജനിതക അപാകതയാണ് വിങ്കസ് എന്നറിയപ്പെടുന്നത്. എന്നാൽ ഇവൻ മാത്രമല്ല നാട്ടിൽ ഡ്രാക്കുള പൂച്ചയായിട്ടുള്ളത്. വോങ് എന്ന ഈ കറുത്ത പൂച്ചയും തൻ്റെ അസാധാരണമായ നീളമുള്ള പല്ലുകൾ കൊണ്ട് സ്വയം പേരുണ്ടാക്കിയവനാണ്. ഇവന്റെ പല്ലുകളുടെ നീളം ഏകദേശം 1.25 ഇഞ്ച് വലിപ്പം വരുമത്രേ. ഇവനാണ് പോളി. പോളി എന്ന് പറയുമ്പോൾ ഇവൻ പോളിയുടെ ആരുമല്ല കേട്ടോ. എന്നാൽ ഇവൻ നിസാരക്കാരനുമല്ല. കാണുമ്പോൾ ഇവൻ ഏതൊരു സാധാരണ പൂച്ചയും പോലെയാണെന്ന് നിങ്ങൾ ഊഹിച്ചേക്കാം. എന്നാൽ അവന്റെ ശാസ്ത്രക്രിയക്ക് മുന്നേ കണ്ടിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറയില്ല. പോളിക്ക് 6 കാലുകളുള്ള ഒരു കാലമുണ്ടായിരുന്നു. കാനഡയിലെ എഡ്മണ്ടണിലെ തെരുവുകളിൽ അലഞ്ഞു തിരിയുന്ന ഇവനെ ലിറ്റിൽ കാറ്റ്സ് ലോസ് സൊസൈറ്റി കണ്ടെത്തിയപ്പോൾ അവന് 6 കാലുകളുണ്ടായിരുന്നു. എന്നാൽ ആ 2 എക്സ്ട്രാ കാലുകൾ അവന്റെ നടത്തത്തെ തടസ്സപ്പെടുത്തി. പോളിക്ക് ഭാഗ്യമുള്ളതുകൊണ്ട് സൊസൈറ്റിക്കാരവനെ ആശുപത്രിയിൽ കാണിച്ചു. ഓപ്പറേഷൻ ചെയ്ത് 2 കാലുകൾ നീക്കം ചെയ്യുകയും ചെയ്തു. ശരിക്കും ഇവന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഭ്രൂണത്തിൽ ആഗിരണം ചെയ്യപ്പെട്ട സഹോദരങ്ങളുടെ അവശിഷ്ടങ്ങളാണ് അധിക കാലുകളുടെ വളർച്ചയ്ക്ക് കാരണമായത്. ക്യാബിറ്റ് എന്നറിയപ്പെടുന്ന ഇവൻ പൂച്ചയുടെയും മുയലിൻ്റെയും ഒരു സംയോജനമാണ്. പൂച്ചയെ പോലുള്ള ശരീരാകൃതി, കൂർത്ത ചെവികൾ, നീളം കുറഞ്ഞ മുൻകാലുകൾ, വലിയ പിൻകാലുകൾ എന്നിങ്ങനെയാണ് ഇവയെ വിശേഷിപ്പിക്കുന്നത്. 1845 സ്കോട്ടിഷ് എഴുത്തുകാരനായ ജോസഫ് ട്രെയിൽ ഐൽ ഓഫ് വാൻ സന്ദർശിക്കുമ്പോൾ താൻ നിരീക്ഷിച്ച പൂച്ച മുയൽ സങ്കരജീവിയെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ അത് മുയലിന് സമാനമായ സവിശേഷതകളുള്ള പൂച്ചയാണ്. ഇതുപോലെ തന്നെ ചെറിയ വ്യത്യസ്തതയുള്ള മറ്റൊരു പൂച്ചയാണ് മാക്സ്. ഇവയ്ക്ക് വാലുകളില്ല. ഇവയുടെ പിൻകാലുകൾ
മുൻകാലുകളേക്കാൾ നീളമുള്ളതാണ്. അത് അവയ്ക്ക് മുയലുകളെ പോലെയുള്ള ചലനശേഷി നൽകുന്നു. അടുത്ത ആളാണ് റൂക്സ്. എന്നാൽ ഇവളുടെ ഇൻസ്റ്റാഗ്രാം നെയിം ലിൽ ബണ്ണി സ്യൂ റൂക്സ് എന്നാണ്. എൻ്റെ അമ്മ, എന്തൊരു പേരാണല്ലേ. എന്നാൽ ഇവൾക്ക് മുൻഭാഗത്ത് 2 കാലുകളില്ല. എങ്കിലും 4,62,000 ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിനെ സമ്പാദിച്ച് ഇന്റർനെറ്റിൽ പ്രശസ്തിയാണ് റൂക്സ്. ഈ വൈകല്യങ്ങൾക്കിടയിലും റൂക്സിന് പൂർണ്ണ ചലനാത്മകത നിലനിർത്താൻ സാധിക്കും. കൂടുതലും പിൻകാലുകൾ ഉപയോഗിച്ചാണ് സഞ്ചരിക്കുന്നത്. യഥാർത്ഥത്തിൽ ചെന്നായി പോലെ തോന്നിപ്പിക്കുന്ന ഒരു അപൂർവ ഇനം പൂച്ചയുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? എന്നാൽ അത്തരത്തിലുള്ള ഒരുത്തനാണ് ലൈക്കോയ്. അതുല്യമായി ജനിതക വൈചിത്ര്യമുള്ള ഒരിനമാണിത്. അതിനാൽ സാധാരണവും നരച്ചതുമായ രോമങ്ങൾ ഇവയുടെ ദേഹത്ത് കാണപ്പെടുന്നു. ഇവ സാധാരണ പൂച്ചയെ അപേക്ഷിച്ച് പ്രത്യേകിച്ച് കണ്ണുകൾ, ചെവികൾ, വായ എന്നിവയ്ക്ക് ചുറ്റും വളരുന്നു. ഇത് അവയ്ക്ക് ചെന്നായിയോടുള്ള ഒരു സാമ്യം തോന്നിപ്പിക്കുന്ന ലുക്ക് നൽകുന്നു. പൂച്ചകൾ സാധാരണയായി അവയുടെ മെലിഞ്ഞ ശരീരപ്രകൃതിക്ക് പേരുകേട്ടതാണ്. ഇത് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് അനായാസമായി പ്രവർത്തിക്കാൻ എളുപ്പമാക്കുന്നു. എന്നാൽ ലോകത്തിലെ ഏറ്റവും തടിച്ച പൂച്ച എന്നറിയപ്പെടുന്ന ഇവൾ വ്യത്യസ്തയാണ്. റഷ്യൻ പൂച്ചക്കുട്ടിയായ ഇവളുടെ പേര് ലിസ്നിയ എന്നാണ്. ഇവളുടെ തൂക്കം 26 പൗണ്ടാണ്. ഏകദേശം 11.8 കിലോ വരും. ശരാശരി വീട്ടുപൂച്ചയുടെ ഭാരത്തിൻ്റെ 2 ഇരട്ടിയിലധികം. പൂച്ചയുടെ ഉടമ പറയുന്നത് അധികമായി ഭക്ഷണം നൽകാറേയില്ല എന്നാണ്. ഗർഭധാരണത്തെ തുടർന്ന് ലിസ്നിയ അതിവേഗം ശരീരഭാരം കൂടാൻ തുടങ്ങിയെന്ന് പറയുന്നു. ഡോക്ടർ പറഞ്ഞ രീതിക്കുള്ള ഭക്ഷണക്രമം തുടങ്ങിയെങ്കിലും 2.7 കിലോ മാത്രമാണ് കുറഞ്ഞത്. അടുത്തത് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പൂച്ചയാണ്. 2015 ഇംഗ്ലണ്ടിലെ വെസ്റ്റ് യോർക്ക്ഷയറിൽ നിന്നുള്ള ലൂഡോ ആണ് ഏറ്റവും നീളം കൂടിയ പൂച്ചയ്ക്കുള്ള ഔദ്യോഗിക ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയത്. 3 അടിയും 10.59 ഇഞ്ച് വലിപ്പവുമുള്ള ലൂഡോ ശരാശരി 7 വയസ്സുള്ള ഒരു കുട്ടിയുടെ ഉയരം വരും. എന്നാൽ 2017 പുതിയ ഒരാൾ ആ റെക്കോർഡ് മറികടന്നു. അവനാണ് ഒമർ. ഓസ്ട്രേലിയൻകാരനായ ഇവൻ 3 അടിയും 11 ഇഞ്ചും ഉണ്ടായിരുന്നു. എന്നാൽ ഇവരെയെല്ലാം പിന്തള്ളിക്കൊണ്ട് 3 അടിയും 11.2 ഇഞ്ച് നീളവുമുള്ള സ്റ്റാലിയൻ ബാരാവൽ എന്ന പൂച്ച റെക്കോർഡ് സ്വന്തമാക്കി. ഇവനാണ് ഇപ്പോൾ നിലവിലുള്ളതിൽ ഏറ്റവും നീളം കൂടിയ പൂച്ച. വിചിത്രമായി കാണപ്പെടുന്ന ഈ സ്നിഫിങ്സ് പൂച്ചയെ ലൂസി എന്നാണ് വിളിക്കുന്നത്. വവ്വാൽ പൂച്ച എന്നാണ് ഇവൾ അറിയപ്പെടുന്നതെങ്കിലും ഇവളുടെ ശ്രദ്ധേയമായ രൂപം കൊണ്ട് വ്യത്യസ്തയാണ്. രോമമില്ലാത്ത പൂച്ചയായതിനാൽ ഇവളുടെ വവ്വാലിനെ പോലെയുള്ള രൂപം ശരിയായി കാണപ്പെടുന്നു. ഹൈഡ്രോസെഫലാസ് എന്നറിയപ്പെടുന്ന അപൂർവ അവസ്ഥയാണ് ഇതിന് കാരണം. ലൂസിയും ഒരു ഓൺലൈൻ സെലിബ്രിറ്റിയാണ് കേട്ടോ. അവൾക്ക് 31,000 ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സാണ് നിലവിലുള്ളത്. അടുത്തതായി പരിചയപ്പെടുത്തുന്നത് ജോർഡാനിനെയാണ്. കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് ഇവനെ ലോകത്തിലെ ഏറ്റവും ഭയാനകമായ പൂച്ച എന്ന് വിളിക്കുന്നതെന്ന്. ഇവനെ കാണാൻ കുറച്ച് ടെററാണെങ്കിലും ഇവൻ ആൾ പാവമാണെന്നാണ് ഇവൻ്റെ ഉടമ പറയുന്നത്. എങ്കിലും 40,000-ലധികം ഫോളോവേഴ്സാണ് ഇവൻ ഇൻസ്റ്റാഗ്രാമിലുള്ളത്. എന്നാൽ ഇവൻ്റെ അക്കൗണ്ടും ആരോ ഹാക്ക് ചെയ്തിരിക്കുകയാണ്. എന്താല്ലേ, ഒരു പൂച്ചയുടെ അക്കൗണ്ട് പോലും വെറുതെ വിടുന്നില്ല. ഒരു പൂച്ചയ്ക്കും ഗ്രിസ്ലി കരടിക്കും ഒരു കുഞ്ഞുണ്ടായാൽ എങ്ങനെയിരിക്കും? എന്നാൽ അതുപോലെ തന്നെയാണ് പല്ലാസ് പൂച്ചയുടെ രൂപവും. പ്രധാനമായും മധ്യേഷ്യയുടെ ചില ഭാഗങ്ങളിൽ കാണപ്പെടുന്ന കാട്ടുപൂച്ചകളുടെ ഏറ്റവും ചെറിയ ഇനങ്ങളാണ് പല്ലാസ് പൂച്ചകൾ. എന്നിരുന്നാലും അവയുടെ വീതിയേറിയ തലയും കട്ടിയുള്ള രോമവും എപ്പോഴും അവയെ ഞെരുക്കമുള്ളതായി കാണിക്കുന്നു. ഇവയെ വളർത്താൻ പറ്റിയ ഇനമല്ലെന്ന് മാത്രമല്ല, റോളക്സിനെ പോലെ ആക്രമണകാരികളുമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.